ഹരിപ്പാടിന് ഇത്തവണ ഇരട്ടി മധുരമാണ്. രമേശ് ചെന്നിത്തലയും എം ലിജുവും സർക്കാരിന്റെ പ്രധാന വകുപ്പുകളിലേക്ക് എത്തുമ്പോൾ തകർത്താഘോഷിക്കുകയാണ് ഹരിപ്പാട്ടുകാർ. ഇപ്പോൾ ഉള്ളത് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലാണ്. ഇത്തവണ ഹരിപ്പാട് നോക്കൂ, കരുവാറ്റയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പായസം നൽകി അവര് ഹൈവേയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം സന്തോഷത്തിലാണ് ഉള്ളത്. എങ്ങനെയുണ്ട് ഇത്തവണ ഒരു പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരികയാണ്? നിങ്ങൾ സ്ത്രീകളടക്കമുള്ളവർ എങ്ങനെയാണ് സർക്കാരെ നോക്കിക്കാണുന്നത്? എത്രയ്ക്കാണെങ്കിലും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പായ ബോധ്യമുണ്ട്. എന്നാൽ ഇത്രയും ഞങ്ങൾ അനുഭവിച്ചു ഇത്രയും നാളും. ആശാപ്രവർത്തകരാണല്ലേ? അതെ, ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചു. ഞങ്ങളെ പറയാൻ വേറെ വാചകങ്ങളൊന്നും ഇല്ല അവിടെ. ഇപ്പൊ ഞങ്ങളുടെ സർക്കാർ വന്നപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പ്രതിഫലം ഉണ്ടാകും. ഞങ്ങളെ 100% വിശ്വസിക്കുകയാണ്. എന്ത് തോന്നുന്നു? വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരുന്നു. ഹരിപ്പാടിന് ഇരട്ടി മധുരം, 2 മന്ത്രിമാർ. നമുക്ക് ഹരിപ്പാടിന് ഇരട്ടി മധുരമാണ്. അത് 2 മന്ത്രിമാരാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഞങ്ങൾ ഈ നോക്കുന്നത്. എല്ലാ മന്ത്രിമാരും നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഞങ്ങൾ ആശമാരെ പരിഗണിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ സമരം ചെയ്തതാണ്. എന്ത് തോന്നുന്നു ആ നാളുകളെയും ഇപ്പോഴും ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ? ആ നാളുകൾ ഞങ്ങൾ ഇനി അനുഭവിക്കാനൊന്നുമില്ല. മഴയത്തായാലും വെയിലത്തായാലും ഞങ്ങൾക്ക് ഇരുന്നെങ്കിലും ഞങ്ങൾക്ക് യാതൊരു പരിഗണനയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അന്നും ഞങ്ങൾക്ക് ഈ വി.ഡി. സതീശൻ സാറും എം എൽ എ ആയ ഞങ്ങളുടെ MLA ആയ രമേശ് ചെന്നിത്തലയും എല്ലാ നേതാക്കന്മാരും വന്ന് ഞങ്ങൾക്കൊരു നല്ല പ്രതീക്ഷ തന്നിട്ടാണ് പോയത്. ആ പ്രതീക്ഷ കൈവരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ മുദ്രാവാക്യമൊക്കെ വിളിച്ചത്. ഞങ്ങൾ നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി അല്ലല്ലോ ഞങ്ങൾ വന്നേ. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു അല്ലേ? അതെ അതെ അതെ. 10 വർഷത്തിനോടുള്ള ഒരു സന്തോഷമല്ലേ ഞങ്ങൾ അനുഭവിക്കുന്നത്. 10 വർഷം കൊണ്ട് ഞങ്ങൾ ഒരു സന്തോഷം അനുഭവിച്ചോണ്ട് സുഖനേരം ഒന്ന് ജയിച്ചപ്പോഴേ ഞങ്ങൾ സന്തോഷവതികളാണ്. കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഇനി ജോലിയിൽ മുന്നോട്ട് പോകാൻ ആശാപ്രവർത്തകയാണ്. അതെ, ആശാപ്രവർത്തകയാണ്. ടീം UDFന് ഭരണത്തിൽ കയറിയതിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു ഇത് കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതാണ് ഇവിടെ 2 പേര് ഇവിടെ നിന്നിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് പായസം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹൈവേ കൂടെ പോകുന്ന ആളുകൾക്കെല്ലാം പായസം കൊടുക്കുന്ന 2 ചേട്ടന്മാരുണ്ട്. എന്താ പേരെന്താ? തോമസ് കുട്ടി. എപ്പോ ഇറങ്ങി പായസമായിട്ട്? 8 മണിയായപ്പോ ഇറങ്ങിയതാ. ഒരുപാട് പേർക്ക് കൊടുത്തു കാണും. ഇഷ്ടം പോലെ കൊടുത്തു. എല്ലാവർക്കും കൊടുക്കും. കക്ഷി രാഷ്ട്രീയത്തിന് വിരുദ്ധമായി. കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്ര കാലമായി. ഞാൻ കോൺഗ്രസിന് മണ്ഡലത്തൊക്കെ 10 വർഷം പുറത്തു നിന്നപ്പോ എന്ത് തോന്നി? ഭയങ്കര സങ്കടം തോന്നി. ഭയങ്കര സങ്കടം. ഓരോ ദിവസവും TV മാധ്യമങ്ങൾ കാണുമ്പോഴും പ്രശ്നങ്ങൾ കാണുമ്പോഴും ഒക്കെ സങ്കടം തോന്നി. പക്ഷേ വളരെ കാര്യശേഷിയോടുകൂടി രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും KC വേണുഗോപാലും K മുരളീധരനും കുഞ്ഞാലിക്കുട്ടിയും മോൻസ് ജോസഫും എല്ലാം ചേർന്ന് ടീം UDF തന്നെയാണ്. ഞങ്ങളുടെ മന്ത്രിസഭ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ആശാവർക്കർമാരുടെ അവർ വന്ന് പായസം കുടിക്കുവാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞങ്ങളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ക്യാബിനറ്റിൽ അവരുടെ സാധിക്കും. പിന്നീട് പ്രകടനപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എല്ലാം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ? ഇത്തവണ ഹരിപ്പാട് കോളടിച്ചു അല്ലെ? കായംകുളത്താണെങ്കിലും ഹരിപ്പാടുകാരാണ് എം ലിജു. അതെ, ഞങ്ങളുടെ മണ്ഡലത്തിലെ 2 MLA-മാരാണുള്ളത്. അതിൽ ഏറ്റവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായ ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഈ കേരളത്തിന്റെ പോലീസ് സംവിധാനം നല്ല രീതിയിൽ കൊണ്ടുപോകും. നല്ല രീതിയിൽ ഞങ്ങളുടെ ഹരിപ്പാടിനും കായംകുളത്തിനും ആലപ്പുഴ ജില്ലയ്ക്കും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ടീം UDF കഴിഞ്ഞ തവണയൊക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? തുടർച്ചയായി പരാജയപ്പെട്ടവൻ ഞങ്ങളുടെ ചങ്ക് തകർന്നു പോയിരുന്നു. എങ്കിലും ഞങ്ങൾ ഹരിപ്പാട്ടുകാർ രമേശനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ഒരേ ഒരു സീറ്റ് കിട്ടിയത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ്. അത് ഞങ്ങൾ ഈ പ്രാവശ്യം 6 സീറ്റിലേക്ക് കൊണ്ടുവരികയും UDF സർക്കാർ നല്ല ഒന്നാന്തരം ഏറ്റവും നല്ല മികച്ച രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി സഹപ്രവർത്തകരായ ഞങ്ങളുടെ സന്തോഷം പങ്കിടുകയാണ്. അതാണ്, ചങ്ക് തകർന്നിരുന്ന മനുഷ്യരാണ് ഇവർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അതിനേക്കാൾ വലിയ ഊർജ്ജത്തോടെ അവർ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പായസത്തിന് ആശാപ്രവർത്തകർ അടക്കം നുകരുന്ന ഈ പായസത്തിന് അത്രമേൽ മധുരമുണ്ട് എന്നുള്ളതാണ് ഹരിപ്പാട് എന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അവർ ഓരോ നിമിഷവും ആഘോഷമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരിപ്പാട് നിന്നും ശരണ്യ സ്നേഹജൻ, News18. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.